റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്തുകൊണ്ടാണ് ഡീകോൺഗ്രസ്റ്റ അനിവാര്യമാകുന്നതും പ്രസക്തമാകുന്നതുമെന്ന് ഇതിനകമുള്ള സംസാരങ്ങളിൽ നമുക്ക് ധാരാളം വ്യക്തത വന്നിട്ടുണ്ടാകും. ഈ ഒരു സന്ദർഭത്തിൽ ധാരാളമായി സംസാരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. ലോകത്ത് നൂറ്റാണ്ടുകളോളം ലോകത്തിനും മനുഷ്യ സമൂഹത്തിനും വെളിച്ചം നൽകിയ ഉജ്ജ്വലമായ ഒരു സംസ്കാരത്തിൻ്റെ നാഗരികതയുടെ വേരുകളെ അന്വേഷിക്കുകയും അതേ വേരുകളിൽ നിന്ന് വർത്തമാനകാലത്തിനെയും ഭാവി കാലത്തെയും രൂപപ്പെടുത്താനുള്ള പോരാട്ടങ്ങൾക്ക് ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് SIO നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്കാഡമിക് വ്യവഹാരങ്ങൾ. കൊളോണിയലിസം ലോകത്ത് രൂപപ്പെടുത്തിയ ഒരു ലോകക്രമം, അത് ഒന്നാമതായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപരസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 1492 സ്പെയിനിൻ്റെ ചരിത്രത്തെ, അല്ലെങ്കിൽ മുസ്ലിം സ്പെയിനിൻ്റെ പതനത്തെ ഒരു കേന്ദ്രമായി, ചരിത്രത്തിലെ ഒരു സന്ദർഭമായി എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ കൺസെപ്റ്റുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടൊരു കേന്ദ്രമായി എന്നതിവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. കാരണം അത് കോളനിവൽക്കരണത്തിൻ്റെ ഒരു ആരംഭഘട്ടമായിരുന്നു. മാത്രമല്ല, രാഷ്ട്രീയ ആധുനികതയെ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് കൂടിയാണ് അതിനെ വിശദീകരിക്കപ്പെട്ടത്. സ്പെയിനിൽ അധിനിവേശം നടന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പുറത്താക്കപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ അവിടെ മുസ്ലിങ്ങളെയും ജൂതരെയുമാണ് യൂറോപ്പ് കൂട്ടക്കൊല ചെയ്തത്. യൂറോപ്പിൻ്റെ കോളനിവൽക്കരണം, അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം മുസ്ലിങ്ങളെ മാത്രമല്ല ജൂത സമൂഹത്തെ കൂടി അപരസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഒരുപാട് സഞ്ചരിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു ചരിത്ര സന്ദർഭത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കോളനി സാമ്രാജ്യത്വ ശക്തികൾ അവര് സയണിസ്റ്റുകളുമായി, ജൂത സയണിസ്റ്റുകളുമായി കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഏത് രൂപത്തിലാണ് വേട്ടയാടുന്നത് എന്നതിൻ്റെ ചരിത്രങ്ങൾ, അതിൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഏറെ കൗതുകം നിറഞ്ഞതുകൂടിയാണ്. ഇവിടെ മലബാറിനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മലബാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ് SIO നടത്തുന്നത്. എന്തുകൊണ്ട് മലബാർ എന്നത് നമുക്കറിയാം. കാരണം കോളനിവൽക്കരണം തുടങ്ങിയ അതിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ അവര് മലബാറിലെത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മലബാറിലെത്തിയ സമയത്ത് തന്നെ അതിനോടുള്ള പ്രതിരോധങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിരോധങ്ങൾ എന്ന് പറയുന്നത് വൈജ്ഞാനികമായ അർത്ഥത്തിൽ കൂടി പ്രസക്തമായ ഇടപെടലുകൾ കൂടിയായിരുന്നു. അതുകൊണ്ട് കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള ആ വൈജ്ഞാനികമായ, അതുപോലെ തന്നെ സാമൂഹികമായ പ്രതിരോധത്തിൻ്റെ വലിയ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് SIO ഇപ്പോൾ ഒരു പരിപാടി നടത്തുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു കണ്ണിചേരൽ കൂടിയാണ്. ഇത് ഒരു പുതിയ ഒരു കാര്യമെന്ന നിലക്കല്ല, മറിച്ച് അത് വലിയ ഒരു മഹത്തായ ഉജ്ജ്വലമായ ഒരു ഭൂതകാലത്തിനോട് SIO ഇവിടെ ചേർന്ന് നിൽക്കുകയാണ്. ആ ചേർന്ന് നിൽക്കൽ വർത്തമാനകാലത്തെയും ഭാവിയെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ്. നമ്മൾ തൂഫാനുൽ അഖ്സയെ കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഇവിടെ ചരിത്രത്തിലെ തന്നെ ഒരു ഉജ്ജ്വലമായ ഒരു സന്ദർഭമാണ്, ഒരു മൊമെന്റാണ്. ആ ഉജ്ജ്വലമായ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലോകം വീണ്ടും ഇസ്ലാമിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്
വളരെ അത്ഭുതത്തോടു കൂടി വായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ മുജീദ് സാഹിബിടെ വിശദീകരിക്കുകയുണ്ടായി, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ അത്ഭുതപ്പെടുകയാണ്. കാരണം ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ ആളുകൾ കണ്ടതാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ കെട്ടുമെടുത്തുകൊണ്ട് എല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് നാടുവിടുന്ന കാഴ്ചകൾ, അഭയാർത്ഥികളായി പോകുന്ന കാഴ്ചകൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഗാസയിൽ നിന്ന് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ലോകം അറിയുകയാണ്. ഈ നാട് വിട്ട് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് ആകാശ ലോകത്തേക്ക് മാത്രമായിരിക്കും എന്ന് പ്രതികരിക്കുന്ന ആളുകൾ മുതൽ സ്വന്തം വീടും അതുപോലെ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ തകർന്നു വീഴുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തെ നേരിടാൻ കഴിയുന്നവര്, സ്വന്തം മക്കള് കൺമുന്നിൽ മരിച്ചു വീഴുമ്പോൾ അവര് ശുഹദാക്കളാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മാതാപിതാക്കള്, മരിച്ചുപോയ പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ട് സ്വർഗത്തിൽ കാണാമെന്ന് പറയുന്ന പിതാവിന്റെ ചിത്രങ്ങള്, കുഞ്ഞുപങ്ങൾ മരിക്കുമ്പോ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന അനിയന് അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ചിത്രങ്ങള്, ഇത് ലോകം കാണുക. അപ്പൊ അവർ അത്ഭുതപ്പെടുകയാണ്. ഇതെന്താ, എങ്ങനെയാണ് ഇവർക്കിത് സാധിക്കുന്നത്? അങ്ങനെ അത് സാധിക്കുന്നത് എങ്ങനെയെന്ന് അവരുടെ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത് ഖുർആനിലേക്കാണ്. നമ്മൾ ഒരുപാട് വീഡിയോകൾ, ഒരുപാട് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. പാശ്ചാത്യ ലോകത്ത് ധാരാളക്കണക്കിന് ആളുകൾ ഖുർആൻ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം, ഒക്ടോബർ 7 ശേഷം എന്നുള്ളതാണ്. കാരണം അവർക്ക് അറിയാനുള്ള ഒരു കൗതുകം കൂടിയാണ്, എങ്ങനെയാണ് ഈ ചെറുത്തുനിൽപ്പ് സാധ്യമാകുന്നത് എന്ന്. ഒരു പാശ്ചാത്യൻ വനിതയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവര് പറയാണ്, ഞാൻ അത്ഭുതത്തോടുകൂടി ഈ ഫലസ്തീനികളുടെ ഈ പറയുന്ന പ്രതികരണത്തെ ഞാൻ അത്ഭുതത്തോടുകൂടി എങ്ങനെ ഇവർക്ക് കഴിയുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. പക്ഷെ ഖുർആൻ വായിക്കാൻ തുടങ്ങിയപ്പോ ആ അത്ഭുതം ഇങ്ങനെ പതുക്കെ മാറാൻ തുടങ്ങി. കാരണം ഞാൻ അതിലൊരു ആയത്ത് കണ്ടു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅ്മലുൽ ളാലിമൂൻ, അതിക്രമികരായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ നാഥൻ അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. അതുകൊണ്ട് ഈ നീതിയിലുള്ള, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവരെ ഈ പറയുന്ന അതിക്രമത്തിന് മുന്നിൽ എങ്ങനെയാണ് പ്രതിരോധിച്ച് നിൽക്കേണ്ടതെന്ന പാഠങ്ങൾ ഖുർആൻ നൽകുന്നുണ്ട് എന്ന് പറയുന്ന തിരിച്ചറിവുകൾ ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. കൊളോണിയലിസം കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇത്തരം അന്വേഷണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. മാത്രമല്ല, നേരത്തെ റമീസ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഹിന്ദുത്വ ജ്ഞാന പദ്ധതികൾ ഇവിടെ ഒരു സമൂഹത്തെ, ഇവിടെ ഒരു അധികാര ഘടനയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രതിരോധങ്ങളും നമ്മളുടെ അതിജീവനത്തിന്റെയും അതിജയത്തിന്റെയും പാഠങ്ങൾ രൂപപ്പെടുന്നത് ഇതിനോടൊക്കെയുള്ള ഒരു അതിജീവനത്തിന്റെ ഒരു ഊർജം നമ്മളിൽ സമ്മാനിക്കുന്നത് കൂടിയാണ്. കാരണം ഈ അപകർഷതാബോധത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഇത്തരം സന്ദർഭത്തിൽ സ്വാഭാവികമായും അപകർഷതാബോധത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടാകും. സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. അധികാരം അടിച്ചമർത്താൻ തുടങ്ങുമ്പോൾ അതിന്റെ എല്ലാവിധത്തിലുള്ള ജ്ഞാന പദ്ധതികളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അപരസ്ഥാനത്തുള്ള ആശയത്തെ പൈശാചികവൽക്കരിക്കുമ്പോൾ, അതുപോലെ അത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു അപകർഷതാബോധമുണ്ടാകും. ആ അപകർഷതാബോധത്തിന് അടിമപ്പെട്ട ഒരു മാപ്പുസാക്ഷിത്വ മനസ്സോടുകൂടി ഒരിക്കലും നമുക്ക് അതിജയിക്കുവാൻ കഴിയുകയില്ല. അത് കോളനിവൽക്കരിച്ച അത്തരം അധികാര ഘടനയോട് വിധേയപ്പെടുന്ന ആളുകളെയാണ് അത് സൃഷ്ടിക്കുക. അവിടെയാണ് നമ്മൾ വലിയ അഭിമാനബോധമുള്ള, നമ്മളുടെ ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ച, നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച, നാഗരികതയെക്കുറിച്ചുള്ള അഭിമാനബോധങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറയുന്നത്. സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ ശരീഅത്ത് എന്ന് പറയുന്നത് അത് ദുർബലർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ചുകൊണ്ട് പാറിക്കളക്കുന്ന അത്തരം കടലാസ് തുണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതിങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ചു കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചപ്പുചവറുകൾ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. മറിച്ച് ഈ ശരീഅത്ത് ഉൻ ബഹാദോറോം ഖേലിയെ, അത്തരം ധീരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവര് കാറ്റിന്റെ ഗതിയെ മാറ്റിത്തിരിക്കുന്നവരാണ്. അവര് ഒഴുക്കിനെ മാറ്റിയെടുക്കുന്നവരാണ്. അവര് മറ്റെല്ലാ വർണ്ണങ്ങളെയും അള്ളാഹുവിന്റെ വർണ്ണം കൊണ്ട് ഈ ലോകത്തെ
വലിയ നിറം പകരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീഅത്തിനെ കുറിച്ചുള്ള, അതിനെ ലോകത്തെ നിയന്ത്രിക്കുവാൻ, മനുഷ്യ ലോകത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കെൽപ്പുണ്ട് എന്നാണ്. ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ നയിക്കാൻ, മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഈ ലോകത്ത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അതുപോലെ തന്നെ സമാധാനവും സാധ്യമാക്കാൻ ഏത് ആശയത്തിനാണ് കഴിയുക എന്നതിൻ്റെ അന്വേഷണവും അത്തരം സംഘർഷം കൂടിയാണല്ലോ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാമിന് കഴിയും എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു ബോധം കൂടി നമ്മളുടെ മനസ്സിലേക്ക് സമ്മാനിക്കേണ്ടതുണ്ട്. ഇക്ബാല് പറഞ്ഞതുപോലെ ഈ പാശ്ചാത്യ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോളനിവൽക്കരണ ശക്തികളെ, അവരെ ലോകത്തുണ്ടാക്കി തീർത്തിട്ടുള്ള ഇത്തരം ആശയങ്ങളെ, അതുപോലെ തന്നെ ഇത്തരം ഭൗതികമായിട്ടുള്ള അത്തരം മുന്നേറ്റങ്ങള്, അതിലൊക്കെ ആളുകള് അതൊക്കെ കണ്ടുകൊണ്ട് അന്താളിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തിന്റെ പളപളപ്പ് കണ്ടുകൊണ്ട് പലരും അതിൽ അന്താളിച്ചു പോവുകയാണ്. അത് എൻ്റെ കണ്ണ് പക്ഷേ അതിൽ മഞ്ഞളിച്ചു പോവുകയില്ല. കാരണം സുറുമാഹെ മേരെ അങ്ക ഖാക്കെ മദീന നജഫ്, എൻ്റെ കണ്ണിൽ പുരട്ടിയിട്ടുള്ള സുറുമ അത് മദീനയുടെ മണ്ണിന്റെ സുറുമയാണ്. അപ്പോ ആ മദീനയുടെ മണ്ണിന്റെ സുറുമയാകുന്ന ആ ഇസ്ലാമിക നാഗരികതയുടെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ, അതിൻ്റെ ജ്ഞാന പദ്ധതികൾ നമ്മളുടെ കണ്ണിനും കൽബിനുമൊക്കെ കുളിർമ നൽകുമ്പോൾ അത് നമ്മൾക്ക് മുന്നോട്ട് പോക്കിനുള്ള അതിജീവനത്തിൻ്റെയും അതിജയത്തിൻ്റെതുമൊക്കെ വലിയ ഊർജം നമ്മളിൽ സമ്മാനിക്കുന്ന ഒരു കാര്യമെന്ന നിലക്ക് ഈ പദ്ധതിയെ, ഈ ഒരു പരിപാടിയെ, അതിനെ എല്ലാവിധത്തിലുമുള്ള മുന്നോട്ട് പോക്കിനെ സോളിഡാരിറ്റിയുടെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.